ഡൽഹി നിസാമുദ്ദീൻ സ്റ്റേഷനിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള പ്രീമിയം സ്പെഷ്യൽ ട്രെയിനിൽ റെയിൽവേ നൽകിയിട്ടുള്ള വിവരമനുസരിച്ച് മൂന്നാം ക്ലാസ് AC ടിക്കറ്റിന് 2770 രൂപയാണ് അടിസ്ഥാന നിരക്ക്. പക്ഷേ ഈ വിവരം കണ്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ IRCTCയുടെ വെബ്സൈറ്റിൽ കയറിയാൽ വിവരമറിയും. ഡൈനാമിക് പ്രൈസിംഗ് സമ്പ്രദായമായതിനാൽ ബുക്കിംഗ് സമയത്ത് ചിലപ്പോൾ അധിക തുക നൽകേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് ചെറിയ അക്ഷരത്തിൽ നൽകിയിട്ടുണ്ട്. അത് ശ്രദ്ധിക്കാതെയോ വൻ വ്യത്യാസം ഉണ്ടാവില്ലെന്ന മനോഭാവത്തോടെയോ വിവരങ്ങൾ രേഖപ്പെടുത്തി മുന്നോട്ട് പോകുമ്പോഴാണ് ചതി മനസ്സിലാവുക. ബുക്കിംഗ് ക്ലിക്ക് ചെയ്യേണ്ട പേജിലെത്തുമ്പോൾ 2770 രൂപയുടെ ടിക്കറ്റിൻ്റെ നിരക്ക് 7892 രൂപ. അത് ശ്രദ്ധിക്കാതെ ബുക്കിംഗ് നടപടിയുമായി മുന്നോട്ട് പോയാൽ അത്രയും തുക പോകും. ഈ ടിക്കറ്റ് ആവട്ടെ ക്യാൻസൽ ചെയ്യാനുമാവില്ല. വേനലവധിക്കാലത്ത് സാധാരണക്കാരായ ഡൽഹി മലയാളികൾക്ക് നാട്ടിൽ പോകാനാണ് സ്പെഷ്യൽ ട്രെയിൻ എന്ന ആവശ്യം മലയാളികൾ ഉന്നയിക്കാറുള്ളത്. എന്നാൽ ഇത്തവണ സാധാരണക്കാർക്ക് ഒരു കാരണവശാലും പ്രാപ്യമല്ലാത്ത നിരക്കുമായാണ് റെയിൽവേ പ്രീമിയം സ്പെഷ്യൽ ട്രെയിൻ ഓടിക്കുന്നത്. സാഹചര്യമനുസരിച്ച് നിരക്ക് തീരുമാനിക്കാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തിന്റെ ചൂടുപിടിച്ചാണ് ഡൽഹി മലയാളികളെ ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യുന്നത്. രാജധാനി ദുരന്തോ ട്രെയിനുകളിൽ പോലും ഒന്നാം ക്ലാസ് AC-യിൽ 6500 രൂപയോളമാണ് ടിക്കറ്റ് നിരക്ക് എന്നിരിക്കെയാണ് പ്രീമിയം സ്പെഷ്യലിൽ മൂന്നാം ക്ലാസ് AC-യിൽ 7892 രൂപ ഈടാക്കുന്നത്. സാധാരണ ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്കുള്ള എല്ലാ ട്രെയിനുകളും ബുക്കിംഗ് ആരംഭിക്കുന്ന ദിവസം തന്നെ വെയിറ്റിംഗ് ലിസ്റ്റ് ആവുമെങ്കിലും ഇത്രയും ഉയർന്ന നിരക്ക് കാരണം പ്രീമിയം സ്പെഷ്യലിൽ വണ്ടി പുറപ്പെടുന്നതിൻ്റെ തലേദിവസം പോലും ടിക്കറ്റ് ലഭ്യമാണ്. സ്വകാര്യ ഏജന്റുമാരുടെ ചൂഷണം തടഞ്ഞ യാത്രക്കാരെ സംരക്ഷിക്കേണ്ട റെയിൽവേ അതിനേക്കാൾ വലിയ കൊള്ളയാണ് നടത്തുന്നത് എന്നർത്ഥം. TK ഹരീഷ്, മീഡിയ 1, ഡൽഹി.